ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു പറമ്പിലേക്ക് ദിനം പ്രതി ആളുകൾ വരുന്നതിന് കണക്കില്ലല്ലേ, സ്ഥിരമായിട്ട് വരുന്നതാണ് ആളുകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അടച്ചു പൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ അടച്ചു പൂട്ടുന്നില്ല, ഇപ്പോൾ നിർത്തി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെ, ഇന്നലെ ഒരു യൂട്യൂബ് ചാനലോട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളിവിടെ ഇല്ല. അവർ പറഞ്ഞത് ഇവിടെ സ്റ്റോപ്പ് ആയിരുന്നുള്ളതാണ്. ഇവിടെ സ്റ്റോപ്പ് ആയിട്ടില്ല എപ്പോഴും. പിന്നെ ഇന്നലെ വരെ ഞങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയതിന് ശേഷമാണ് ആ യൂട്യൂബറോട് വന്നതും പിന്നെ ഇവിടെ സ്റ്റോപ്പ് ആക്കി എന്ന് പറഞ്ഞതും. അപ്പോൾ ആ യൂട്യൂബറോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഒന്ന് തിരുത്തി പറയണം. അതിനകത്ത് ഞങ്ങളൊരു ജീവിതമാർഗ്ഗമാണ്. ഇപ്പോൾ ഇത് ബന്ധപ്പെട്ട ഒരു 10-15 ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ യൂട്യൂബ് ആ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ആളുകൾ ഒരുപാട് പറയുന്നുണ്ട് ഇവിടെ സ്റ്റോപ്പ് ആയി എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഭാഗത്തിലേക്ക് പോലും സംസാരിക്കുന്നത്. അതുകൊണ്ട് അവർ യൂട്യൂബറോട് പറയാനുള്ളത്, നിങ്ങൾ മാറ്റി പറയണം എന്നുള്ളതാണ്. ഞങ്ങളെ ജീവിതമാർഗ്ഗമാണ് ഈ ഒരു സംഗതി. അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. കണ്ടോ, തുറന്നിട്ടിട്ടുണ്ട്. അതാ, ഇത് അടയ്ക്കുമ്പോഴാണ് ഏകദേശം തീരുമാനമാകുക. ഗേറ്റ് വെക്കുമ്പോൾ. അപ്പോൾ ഗേറ്റ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ കുറച്ചു കാലമൊക്കെ കാണാം. എന്തായാലും നിങ്ങളൊരു 2 മാസമൊക്കെ പ്രതീക്ഷിക്കാന്ന് വിചാരിക്കുന്നുണ്ടല്ലോ ഈ ഒരു റോഡ് കൂട്ടാണ്ടെക്കാൻ. അപ്പോൾ മഴ കൊണ്ട് വർക്ക് കുറച്ച് താമസിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം മണ്ണെടുക്കുന്ന പരിപാടികളാണല്ലോ. അപ്പോൾ മണ്ണ് വാങ്ങുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് പരിപാടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീണ്ടു കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ എന്തായാലും കടലിൽ പൂട്ടിയിട്ടില്ല. കാണ്ടികൾക്ക് ഒന്നുകൂടി കാണാം. അതന്നെ. പ്രത്യേകിച്ച് ഞങ്ങൾ കടൽ എന്തൊക്കെയല്ലേ, കടലിൽ ജ്യൂസുകളൊക്കെ ഉണ്ട്. ജ്യൂസുകൾ, ഉപ്പിലിട്ടത്, അച്ചാറുകൾ, അങ്ങനത്തെ ഐറ്റംസുകൾ. ഇവിടെ വരുന്നവരും നിങ്ങളെ മറക്കൂല. ഇല്ല. അപ്പൊ നിങ്ങൾ അതിന് മുന്നത്തെ വീഡിയോ തന്നെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരുപാട് ആളുകൾ വരാതെ പോകും. അതാണ് നമ്മൾ സങ്കടം. കരിപ്പൂർ എയർപോർട്ടിന്റെ വിമാനം ലാൻഡ് ചെയ്യുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്തു നിന്നായിരുന്നു അന്ന് 2020 വിമാനാപകടം ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ അവിടെയാണ് ലാൻഡ് ചെയ്യുന്നിടത്ത് അവിടെ തട്ടിയിട്ടാണ് താഴോട്ട് വീണിട്ട് ഒരുപാട് പേരുടെ ജീവനൊക്കെ പോയ ഭാഗമാണ് നിങ്ങൾ ആ കാണുന്നത്. ഇവിടെ തന്നെയാണ് ലാൻഡിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അടച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് വിമാനം കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മാസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം കൂടിയൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 1 മാസം കൂടിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം വളരെയധികം പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രോസ് റോഡ്, ഈ ഒരു റോഡൊക്കെ അടയ്ക്കാൻ പോവുകയാണ് എന്നുള്ളത് മാത്രമല്ല, ഇവിടുന്ന് 50 മീറ്റർ നീളത്തിലേക്ക് റൺവേ കൂട്ടുകയാണ്. റൺവേൻ്റെ വീതി കൂടുന്നതിൻ്റെ, നീളം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ അടയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം അടുത്ത് നിന്നത് കാണാനുള്ളൊരു സൗകര്യങ്ങൾ ഇനി വളരെ കുറവായിരിക്കും. അപ്പോൾ ഏതായാലും ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ വീട് പൊളിക്കുന്നുണ്ട്. അപ്പോൾ കച്ചവടക്കാരൊക്കെ ആകെ വിഷമത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ല, അവരൊക്കെ ജീവിതമാർഗ്ഗമായിരുന്നു വർഷങ്ങളായിട്ട്. ഇവിടെ ഒരുപാട് പേര് നമ്മുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് ഇവിടെ വിമാനം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിമാനം നിർത്തലാക്കിയിട്ടില്ല, വിമാനം കാണാനുള്ളത് നിർത്തലാക്കിയിട്ടില്ല ഈ ഭാഗത്ത്. ആ ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്നത് കാണാനുള്ള ഒരു ശ്രമമാണ്, നിങ്ങളെ കാണിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ കണ്ട് പോരിട്ടോ. ഇവിടെ എല്ലാവരും വരുന്നത് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാനാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ 2 വിമാനം പൊന്തണതാണ് കണ്ടത്. ഇവിടെ രാവിലെ അധികം പൊങ്ങലാണ്. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഇവിടെ ലാൻഡിങ്. ചില ദിവസങ്ങൾ രാവിലെ ഇവിടെ ഇറങ്ങലുണ്ട്. ഇപ്പൊ ഈ അധികം നമുക്ക് രാവിലെ ഇവിടെ പൊങ്ങലാണ് അല്ലേ? അതെ. അതുകൊണ്ട് ആളുകൾക്ക് അത് അറിയോ? അതൊക്കെ അപ്പൊ കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായിരുന്നു. പിന്നെ ഇപ്പൊ ആളുകൾ ഇപ്പൊ വരുന്നത് എന്താ വെച്ചാൽ മറ്റേ ഇതിൽ മൊബൈൽ നോക്കിയിട്ടാണ് വരുന്നത്. സമയം അതിൽ നോക്കിയിട്ട് തന്നെ ഒരു ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അതായത് ലാൻഡിങ്ങിന്റെ സമയം. അതെ. പൊങ്ങുന്ന സമയം ആയതുകൊണ്ടാണ് ഇവിടെ കുറവ്. പിന്നെ സ്കൂളിന്റെ സമയമാണ് ഇപ്പോൾ, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ വിമാനം വരുന്ന കാഴ്ച കാണാൻ തീർച്ചയായിട്ടും കൊണ്ട് പോന്നോളി. ഒരു 1-2 മാസമൊക്കെ പ്രതീക്ഷിക്കാം. മഴക്കാലം ആയതുകൊണ്ട് മണ്ണ് മാന്താൻ പറ്റാത്ത സാഹചര്യമാണ്. കുഴപ്പമില്ല. അപ്പോൾ കച്ചവടക്കാരനാണ് നമ്മളുമായിട്ട് പങ്കുവെച്ചത് വിവരങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വന്ന് കാണാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. മണ്ണിട്ടിട്ട് ക്രോസ് റോഡ് അടയ്ക്കുകയും മറ്റു ആ പറമ്പൊക്കെ മൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവിടെ തുറന്ന് കിടക്കുന്നതാണ്. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി ആണല്ലോ. പുള്ളിക്കാരൻ നാട്ടുകാരനായിരിക്കും, അവിടുത്തെ വർഷങ്ങളായിട്ടുള്ള കച്ചവടക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ വരികയുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ വഴി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ കുളപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുക. അവിടുന്ന് നേരെ കൊണ്ടോട്ടി റോഡിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ ഈ മുക്കൂട് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്, മുക്കൂട്. അവിടുന്ന് ക്രോസ് റോഡ്, കൊണ്ടോട്ടിയിലേക്കുള്ള ക്രോസ് റോഡിന് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഈ സ്ഥലം. പ്രത്യേകിച്ച് നിങ്ങൾ ആരോടും ചോദിച്ചാൽ മതി. വിമാനം ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് മറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു 4 വർഷം മുമ്പ്. അപ്പോൾ അത് ചോദിച്ച് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇനി അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇത്രയും ഭംഗിയായിട്ട് തൊട്ടടുത്ത് നിന്ന് കാണാൻ
ചിലപ്പോൾ എന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത്രയും സൗകര്യമായിട്ട് വിമാനം കാണാൻ, ഇത് വിമാനത്തെ സ്നേഹിക്കുന്ന, വിമാനം തൊട്ടടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. മറ്റുള്ളവർ വെറുതെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടാൻ നിൽക്കേണ്ട, നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ കേട്ടോ. ഇതൊരു സുവർണാവസരമാണ്. 1-2 മാസം കൂടി ഒരിക്കൽ കൂടി പറയുകയാണ്, 1-2 മാസം.